കണ്ടന്റ് ജെമിനി നാനോ ബനാന എഡിറ്റിംഗ് ടൂൾ, AI എഡിറ്റിംഗ് ടൂൾ കുറിച്ച് സംസാരിച്ചാലോ? അല്ലേ വേണ്ട, സകല കുഞ്ഞു കുട്ടികൾക്കും ഇതിനെ കുറിച്ച് അറിയാം. പിന്നെ കൂലി സിനിമയിലെ കുറച്ച് മിസ്റ്റേക്സ് തപ്പി കണ്ടുപിടിച്ചാലോ? അതും ബുദ്ധിമുട്ടാ. കുത്തിരുന്ന് കാണണം, അത് എഴുതണം, എന്ന് പഠിച്ചു പറയണം. അതെല്ലാം മടുപ്പ. രാവിലെ ടെൻഷനിലാണല്ലോ. ഇത് ഇപ്പൊ മണിച്ചിത്താറിലെ ശോഭനപ്പിൽ നടക്കുന്നത്. എന്ത് പറ്റി? ഇന്നിടാനുള്ള റീലിന്റെ കണ്ടന്റ് കിട്ടിയില്ല. ഓ അതാണോ? അപേക്ഷിച്ച് വേറെ വല്ലതും ആയിരിക്കും. മാത്രല്ല ടിവിയിലോ മറ്റു പേപ്പറിലോ നോക്കിയാ ഫുൾ നെഗറ്റീവാ. അതും ഇടാൻ കൊള്ളില്ല. ഓ അല്ല, ഒരു കാര്യം ചെയ്യട്ടെ, ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടോ? വലിയ എഴുത്തുകാരിയാവാൻ നടക്കുന്ന എന്നോടോ? രാജ്സാറിന്റെ ബാക്കി പറ. അത് തന്നെ, അതെ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മളെ എബ്രഹാം ലിങ്കൺ കേട്ടിട്ടുണ്ടോ? എബ്രഹാം ലിങ്കൺ കേട്ടിട്ടുണ്ടോ? അമേരിക്കൻ പ്രസിഡന്റ്. ഭാഗ്യം, അത്ര അറിയാം, ബാക്കി ഇനിയും പറയണ്ട. ഞാൻ അദ്ദേഹത്തിന്റെ ഡെഫിനിഷനെ കുറിച്ചിട്ടാണ് സംസാരിച്ചത്. ഓഫ് ദി പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ. അത് ഇപ്പഴാ പറയേണ്ടത്. ഇന്നാണ് അതിന്റെ പ്രാധാന്യം. കാരണം ഇന്ന് ഇന്റർനാഷണൽ ഡെമോക്രസി ഡേ ആണ്. ഇതൊരു നല്ല വിഷയമല്ലേ? നല്ലൊരു വിഷയമല്ലേ? അതിനെ കുറിച്ച് പറഞ്ഞൂടെ? ഹായ് ഗൈസ്, അല്പം ലേറ്റ് ആയി പോയി. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നാണ് സെപ്റ്റംബർ 15, ഇന്റർനാഷണൽ ഡെമോക്രസി ഡേ. എബ്രഹാം ലിങ്കന്റെ പ്രസിദ്ധമായ ജനാധിപത്യ നിർവചനം: ജനങ്ങളുടെ സർക്കാരാണ്, ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്, ജനങ്ങൾക്കായിട്ടുള്ളതാണ്, ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ എന്നതാണ്. ഇത് ഗെറ്റിസ്ബർഗ് പ്രസംഗത്തിൽ അദ്ദേഹം നൽകിയതാണ്. ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. നിങ്ങൾ റെഡിയല്ലേ?